എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യ ഹിസ്റ്ററി എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള വീഡിയോ ക്ലാസ് സീരീസിൽ ഒന്നാമത്തെ ക്ലാസ്സിൽ മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷനാണ് നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയ വർഷം കേരള PSC പരീക്ഷയിൽ ചോദിക്കുന്ന ഒന്നാണ്. 1893 ദാദാ അബ്ദുള്ള എന്ന തടി വ്യവസായിയുടെ കേസുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ എത്തിച്ചേരുന്നത്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ചിലവഴിച്ച കാലഘട്ടം കൃത്യമായിട്ട് നമ്മുടെ +2 ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, 21 വർഷമാണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയ വർഷം 1893. ദാദാ അബ്ദുള്ള എന്ന തടി വ്യവസായിയുടെ കേസുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിലേക്ക് എത്തുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ചെലവഴിച്ച കാലഘട്ടം 21 വർഷമാണ്. ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാല വാസത്തിനു ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തുന്നത് 1915 ജനുവരി 9. എല്ലാ വർഷവും ഇന്ത്യയിൽ പ്രവാസി ഭാരതീയ ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 9 ഗാന്ധിജി ജനിക്കുന്നത് 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഗാന്ധിജി ജനിക്കുന്നത്. ഗാന്ധിജിയുടെ ജന്മഗ്രഹമാണ് കീർത്തി മന്ദിർ. ഗാന്ധിജി ജനിച്ച സമുദായം ബനിയ സമുദായമാണ്. ഗാന്ധിജി ജനിച്ച സമുദായം 1869 ഒക്ടോബർ 2. മഹാത്മാഗാന്ധി ജനിച്ച തീയതി ഓർത്തിരിക്കുക. ഗുജറാത്തിലെ പോർബന്ദറിലാണ് അദ്ദേഹം ജനിക്കുന്നത്. കീർത്തി മന്ദിർ എന്നതാണ് അദ്ദേഹത്തിന്റെ ജന്മഗ്രഹം അറിയപ്പെടുന്നത്. ഗാന്ധിജിയുടെ സമുദായം ചോദിച്ച ബനിയ സമുദായമാണ്. ഗാന്ധിജി പങ്കെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ പൊതുപരിപാടി 1916 ബനാറസ് സർവകലാശാലയുടെ ഉദ്ഘാടന വേദിയാണ്. 1916 ബനാറസ് സർവകലാശാലയുടെ ഉദ്ഘാടന വേദിയാണ് ഗാന്ധിജി പങ്കെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ പൊതുപരിപാടി. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ INC സമ്മേളനം 1901 കൽക്കട്ട സമ്മേളനമാണ്. എന്നാൽ ഗാന്ധിജി അധ്യക്ഷത വഹിച്ച INC സമ്മേളനം ചോദിച്ചാൽ 1924 ബൽഗാം സമ്മേളനമാണ്. 1901 കൽക്കട്ട സമ്മേളനമാണ് ഗാന്ധിജി പങ്കെടുത്ത ആദ്യ INC സമ്മേളനം. എന്നാൽ ഗാന്ധിജി അധ്യക്ഷത വഹിച്ച ആദ്യ INC സമ്മേളനം ചോദിച്ചാൽ അത് 1924 ബൽഗാം INC സമ്മേളനമാണ്. അതിൻ്റെ 100 വർഷം തികഞ്ഞിരിക്കുകയാണ് 2024. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ വേണമെങ്കിൽ വരാൻ പോകുന്ന പരീക്ഷയിൽ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊക്കെ ആയിട്ട് ചോദ്യമായിട്ട് ചോദിക്കാനൊക്കെ പറ്റും. ഇനി അടുത്തത് 1916 ലക്നൗ സമ്മേളനവും പ്രത്യേകതകളും എന്താണ്? മഹാത്മാഗാന്ധി നെഹ്റുവിനെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് 1916 ലക്നൗ സമ്മേളനത്തിലാണ്. അതേപോലെ തന്നെ മിതവാദികളും തീവ്രവാദികളും യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച INC സമ്മേളനമാണ് 1916 ലക്നൗ INC സമ്മേളനം. അപ്പോൾ കോൺഗ്രസിനുള്ളിലെ 2 വിഭാഗങ്ങളാണ്, മിതവാദികളും അതുപോലെ തന്നെ തീവ്രവാദികളും. അപ്പോൾ ഈ 2 വിഭാഗം യോജിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് യോജിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച INC സമ്മേളനമാണ് ലക്നൗ INC സമ്മേളനം. വർഷം 1916. ആ ഒരു സമ്മേളനത്തിലാണ് ഗാന്ധിജി നെഹ്റുവും ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. ഇനി മറ്റൊന്ന്, കോൺഗ്രസും മുസ്ലിം ലീഗും യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച INC സമ്മേളനം. അതിനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ലക്നൗ ഉടമ്പടി 1916. ഇത് ഒപ്പിടുന്ന ആരൊക്കെ തമ്മിലാണെന്ന് വെച്ചാൽ ബാലഗംഗാധര തിലകും മുഹമ്മദ് അലി ജിന്നയുമാണ് ഇതിൽ ഒപ്പിടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി നമ്മുടെ രണ്ടാമത്തെ പാർട്ടിലേക്ക് വരുമ്പോൾ മഹാത്മാഗാന്ധിയുടെ പ്രാദേശിക സമരങ്ങൾ എന്ന് പറയുന്ന മേഖലയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ തന്നെ ചമ്പാരൻ സത്യാഗ്രഹമാണ് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ക്യാപ്സ്യൂൾ രൂപത്തിലായിരിക്കും നമ്മുടെ ഈ ക്ലാസ് നിങ്ങൾ മുന്നിലേക്ക് പരിചയപ്പെടുത്തുക. വരാൻ പോകുന്ന പരീക്ഷകൾക്കെല്ലാം ഗുണപ്രദമായിരിക്കും എന്ന് ഉറപ്പ് നൽകുന്നു. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.